ഭൂമി അനുദിനം ചൂടായിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഇങ്ങനെ താപനില വർദ്ധിച്ച് ഭൂമിയിലെ മൊത്തം മഞ്ഞും ഉരുകിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ? മഞ്ഞ് മുഴുവൻ ഉരുകിത്തീർന്ന അന്റാർട്ടിക്കയും ആർട്ടിക്കുമെല്ലാം ഒരു പുതിയ സമുദ്രമായി മാറും. ഇങ്ങനെ സംഭവിച്ചാൽ കടലിലെ ജലനിരപ്പ് 66 മീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ന്യൂയോർക്ക്, ഫ്ലോറിഡ തുടങ്ങിയ ലോകത്തിലെ പ്രമുഖ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാൻ അധിക സമയം വേണ്ടിവരില്ല. ലോസ് ആഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോയും എല്ലാം ദ്വീപുകളായി മാറും. ഏഷ്യയിലേക്ക് നോക്കിയാൽ ബംഗ്ലാദേശ് എന്ന രാജ്യം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. മാത്രമല്ല, പ്രമുഖ നഗരങ്ങളായ ടോക്കിയോ, ഹോങ്കോങ്, ബാങ്കോക്ക് എന്നിവയും ഇല്ലാതാകും. സൗത്ത് അമേരിക്കയിലേക്ക് വന്നാൽ മുഴുവൻ ഈസ്റ്റേൺ കോസ്റ്റും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും തീരദേശ നഗരങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെയായിരിക്കും. പക്ഷേ ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ ഐസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂമിയിലെ താപനില കുത്തനെ ഉയരും. ഇത് ലോകമെമ്പാടും പ്രളയം, വരൾച്ച, കാട്ടുതീ എന്നീ ദുരന്തങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഗൾഫ് സ്ട്രീം കറന്റ് ദുർബലമാവുകയും യൂറോപ്പിലെ പല ഭാഗങ്ങളും തണുത്തുറയുകയും ചെയ്യും. ശേഷിക്കുന്ന ആഫ്രിക്കയുടെ ഭൂരിഭാഗവും വറ്റിവരണ്ട ഒരു മരുഭൂമിയായി മാറും. ഇതൊന്നും പോരാഞ്ഞ് ലോകത്ത് ശുദ്ധജലത്തിനായുള്ള യുദ്ധങ്ങളും അരങ്ങേറും.